എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കട്ട തൈര് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു കവർ മിൽമ പാലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇതിനെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇതിപ്പം തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇത് അടുപ്പ് സിമ്മിലാക്കി വയ്ക്കുക. സിമ്മിലാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇട്ടേക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുന്നത് കൊണ്ട് പാട കെട്ടില്ല. ഇടയ്ക്ക് ഒന്ന് ഇളക്കിയാൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമെന്നില്ല. ഇപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അത് സ്റ്റൗ ഒന്ന് ഓഫാക്കാവുന്നതാണ്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുക്കണം. ചെറിയ ചൂടോടുകൂടിയും ആണ് ഇത് ഒഴിക്കേണ്ടത്. ഇപ്പം ചെറിയ ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഇപ്പോൾ 2 സ്പൂണ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല പുളിയുള്ള തൈരാണ്. ഇത് പുളി കുറവുള്ളതാണെങ്കിൽ ഒരു 4 സ്പൂണെങ്കിലും ഇടേണ്ടതാണ്. ഇനി അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഒന്ന് നന്നായിട്ട് അതിൻ്റെ കട്ടയെല്ലാം പൊടിച്ച് കലക്കിയിട്ട് വേണം ഒഴിക്കേണ്ടത്. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി തരിയൊന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഇത് ചില്ല് കുപ്പിയിലോ ഇതുപോലത്തെ പാത്രങ്ങളിലോ വേണം ഒഴിച്ച് വയ്ക്കേണ്ടതിൽ. ചട്ടി ആയാലും മതിയാകും. ഞാൻ അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ചെറിയ ചൂടോടെയാണ് ഒഴിക്കുന്നത്. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വയ്ക്കുക. ഇത് ചൂടുള്ള സ്ഥലത്താണ് വയ്ക്കുന്നതെങ്കിൽ വേഗത്തിൽ പുളിച്ച് കട്ടയായിട്ട് കിട്ടും. ഞാൻ ഈ അടുപ്പിൻ്റെ അടുത്താണ് വയ്ക്കുന്നത്. അപ്പോൾ സ്റ്റൗ കത്തിക്കുമ്പോൾ അതിലേക്ക് നല്ല ചൂട് കിട്ടും. എന്നാലും ഒരു 6-7 മണിക്കൂറെങ്കിലും വേണ്ടി വരും ഇത് തൈര് കിട്ടാൻ വേണ്ടി. അപ്പോൾ 7 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടയായിട്ട് ഇരിപ്പുണ്ട്. ഇങ്ങനെ പിടിച്ചാലൊന്നും താഴോട്ട് പോരില്ല. നല്ല കട്ടയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് അധികം അങ്ങ് പുളിച്ചും പോവില്ല. ഈ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.